നമ്മുടെ നാട്ടിലെ പുഴയ്ക്കടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച് തപ്പി വയ്ക്കാലോ. കഴിഞ്ഞ ദിവസം വന്ന സ്പോട്ടിൽ നിന്നാണ് നമ്മൾ പിന്നെയും വന്നിരിക്കുന്നത്. ഈ നാട്ടിലെ നാട്ടുകാർ നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇതുപോലെ ലൈറ്റായിട്ട് ഈ സ്പോട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും അവർക്കാർക്കും അറിയില്ലായിരിക്കും, ഇല്ലെങ്കിൽ അവരാരും കണ്ടിട്ടില്ലായിരിക്കും നമ്മുടെ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. അടികിട്ടാതെ ശേഷം നല്ല ദൂരത്തോട്ട് നമ്മുടെ മാറ്റ് കാശ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐറ്റം ഹുക്കാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക്കാമെന്നാണ്. നമ്മൾ പതുക്കെ പതുക്കെയാണ് തിരിച്ചു വരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഐറ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ മിസ്സാവാതിരിക്കും. പിന്നെ വല്ല കല്ലിൽ കുടുങ്ങിയാലേ നമ്മുടെ വല്ല വലിയ ഐറ്റമൊക്കെ മിസ്സാവാതിരിക്കത്തുള്ളൂ. അല്ലാതെ ചെറിയ ഐറ്റങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് എന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയതൊരു കമ്പിവേലിയാണ്. കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കവും നിറയെ തുരുമ്പുകളും കാര്യങ്ങളുടെ ഐറ്റമാണ്. ഇതെങ്ങനെ ഈ വെള്ളത്തിനടിയിൽ വന്നു തരത്തില്ല. ഇനി ആരെങ്കിലും ഈ വെള്ളത്തിൽ ഉപേക്ഷിച്ചിരിക്കാം. ഇതിൻ്റെ സൈഡിൽ അപ്പുറത്തൊക്കെയായിട്ട് കുറേ കമ്പിവേലികളൊക്കെ ഉണ്ട്. ഇനി അവിടുന്ന് വല്ലതും പോയിട്ട് വല്ല ഒഴുക്കിൽ വെള്ളത്തിൽ വന്നാണ് നടത്തില്ല. ഇതാരെങ്കിലും വെള്ളത്തിൽ ഉപേക്ഷിച്ചാണ് നടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ലേ. നമ്മളൊക്കെ ഇറങ്ങുന്ന വെള്ളമാണ്. നമ്മുടെ കാലിൽ കൊണ്ടാലത്തെ അവസ്ഥയെന്ന് ആലോചിക്ക്. ഇത്ര തുരുമ്പിച്ച ഐറ്റം ആയതുകൊണ്ട് നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരത്തോട്ട് സ്പോട്ട് മാറ്റി നമുക്കൊന്ന് കാശി നോക്കാം. എന്തെങ്കിലും ഹെവി ആയിട്ടും ഈ സ്പോട്ടിൽ നമുക്കായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ. നമ്മൾ ഈ നിൽക്കുന്ന സൈഡിൽ കാര്യമായിട്ട് ആഴമില്ല. നമുക്ക് താഴെ വരുമ്പോൾ തന്നെ നമ്മളെ വായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹെവി ഐറ്റങ്ങളുണ്ട് നമുക്ക് അടുത്ത് വരുമ്പോൾ അറിയാം. എന്തായാലും വെയിറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വലിയ ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മുടെ വായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ട് പകുതി വന്നപ്പോഴത്തേന് വെള്ളം തെളിഞ്ഞ് അധികം ആഴമില്ല. പക്ഷേ ഈ സൈഡിലോട്ട് നല്ല രീതിക്ക് ചെളിയുണ്ട്. ഈ കാസ്റ്റിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സ്ഥിരം കിട്ടുന്ന പോലെ മാനിൻ്റെ പൊടികളാണെന്ന് തോന്നുന്നു. നിറയെ മാനിൻ്റെ പൊടികളും അതിൻ്റെ നടുക്കായിട്ട് അത്യാവശ്യം നല്ല വഴക്കമുള്ളൊരു മെറ്റലിൻ്റെ പീസ് ഒളിച്ചിരിപ്പുണ്ട്. ഇത് കണ്ടിട്ട് നല്ല വഴക്കമുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് മാനിൻ്റെ പൊടി ഉണ്ടായിരുന്നു. നിറയെ തുരുമ്പിച്ച് ദ്രവിച്ചൊരു പീസാണ് നമുക്ക് ഈ വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയത്. ഇതെന്തായിട്ടെന്ന് ഒരു പിടിയില്ല. എന്താണെങ്കിലും നല്ല വഴക്കമുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തുരുമ്പിച്ച് പോയെന്ന് തോന്നുന്നു. എന്തോ ഹെവി ഐറ്റം ഈ വെള്ളത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നിയിട്ട് എന്താണെന്ന് ഒരു പിടിയില്ല. അത്രയ്ക്ക് നല്ല വഴക്കമുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് ആ വെറൈറ്റി ഐറ്റം ഈ വെള്ളത്തിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കഴിഞ്ഞ തവണ കാസ്റ്റ് ചെയ്തതിൻ്റെ അടുത്തോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹെവി ഐറ്റം എന്തായാലും നമുക്ക് കിട്ടിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത്യാവശ്യം നല്ല ദൂരത്തോടെയാണ് കാസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തവണ കാസ്റ്റ് ചെയ്തതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. ഇനി ആ പൊടിഞ്ഞു പോയ ഹെവി ആയിട്ട് നമുക്ക് കിട്ടിയാലോ. എന്താണെങ്കിലും നല്ല വഴക്കമുള്ളായിരുന്നു. ഒരു മെറ്റലിൻ്റെ പീസായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നു. സ്ഥിരം കിട്ടുന്ന പോലെ കുറേ മാനിൻ്റെ പൊടികൾ. ഇത് ഈ സ്പോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കഴിഞ്ഞ 2 തവണയായിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചെറിയൊരു മെറ്റലിൻ്റെ പീസ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒന്നും ഓർത്ത് ഞാൻ കളയാൻ തുടങ്ങുമായിരുന്നു. അത്യാവശ്യം നല്ല വഴക്കമുള്ള ഒരു മെറ്റലിൻ്റെ പീസാണ്. ഇത് കണ്ടിട്ട് എന്തിൻ്റെ ഒടിഞ്ഞു പോയ ഭാഗമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് വന്ന് വെറുതെ ആയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം.